ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1ലുള്ള തേർഡ് പാർട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ടും അതിൽ സെക്കൻഡ് പാർട്ടും എടുത്തു. ഇനി തേർഡ് പാർട്ടാണ് അതിലുള്ളത്, അതെടുക്കുകയാണ് കേട്ടോ. ദെൻ ട്രാവലിംഗ് ഓൾവേസ് എക്സൈറ്റ്സ് us. Here is a brief travel not about a country just across the sea. എന്താണ് ട്രാവലിംഗ്? യാത്ര എന്താണല്ല എപ്പോഴും എന്താണ് എന്താണ് എക്സൈറ്റ്മെന്റ് ആക്കും അല്ലേ, എന്താണ് ഭയങ്കര ആവേശഭരിതരാക്കും അല്ലേ. ഇതൊരു ചെറിയൊരു ബ്രീഫ് ട്രാവലിന്, അതായത് യാത്രയെ കുറിച്ചിട്ടൊരു വിവരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. എന്താണ് സീയിൽ കടൽ കടന്നിട്ടുള്ള ഒരു രാജ്യത്തെ കുറിച്ചുള്ളൊരു ബ്രീഫ് ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബ്രീഫ് എക്സ്പീരിയൻസ് അല്ല, ബ്രീഫ് ട്രാവലിനെ കുറിച്ചിട്ടൊരു ഇതാണ് പറയുന്നത്. ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. എന്താണ് എമിറേറ്റ്സിന്റെ കാഴ്ചകളാണ് അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ എയർപോർട്ടാണ് എയർപോർട്ട് ഉണ്ട്. ഒരു ആളെന്താണ് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അല്ലേ. നോക്കാം. What would await an accidental tourist in UAE? I wondered as I came out of the airport in the open air. Yes, I was an accidental tourist. I had been to Oman to stay with my niece. I had just squeezed in 2 days on my way back home. But 2 days were enough to give me an eyeful and plenty of food for thought. The dense clouds hovering above the wings of the aircraft had already given me an eyeful, and the desert, which seemed to stretch endlessly, was a spectacle too. എന്താ അവിടെ പറയുന്നത്? What would await an accidental tourist in UAE? എന്താണ് UAEയിലേക്ക് ഒരു യാദൃശ്ചികമായി ഒരു ടൂറിസ്റ്റ് പോയ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? എന്താണ് പറയുക? അതായത് UAEയിൽ നമുക്ക് എന്താണ് ആക്സിഡൻ്റൽ ആയിട്ടൊരു ടൂറിസ്റ്റ് ആയിട്ട് പോയാൽ അവിടെ കാത്തിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഐ വണ്ടേർഡ് ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദ എയർപോർട്ട് ഇൻ ടു ദ ഓപ്പൺ എയർ. ഞാൻ അത്ഭുതപ്പെട്ടത് എയർപോർട്ടിൽ നിന്ന് എന്താണ് എയർപോർട്ടിൽ നിന്ന് ഓപ്പൺ എയറിലേക്ക്, അതായത് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എന്താണ് വണ്ടേർഡ്, എന്താണ് ഞാൻ ആശ്ചര്യപ്പെട്ടു. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. എന്താണ് യെസ്, അതെ, ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ആയിരുന്നു അവിടെ. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. നീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീസ് എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ മകളെയാണ് നീസ് എന്ന് കാണിക്കുക കേട്ടോ. അപ്പം നീസ്, അതായത് നീസിൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ നീസിൻ്റെ കൂടെ താമസിക്കാൻ ഒമാനിൽ പോയിരുന്നു. I had just squeezed in 2 days on my way back home, but 2 days were enough to give me an eyeful and plenty of food for thought. എന്താണ് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഞാൻ എന്താണ് 2 ദിവസത്തേക്കുള്ളതാണ് അല്ലേ. പക്ഷെ ആ 2 ദിവസം മതിയായിരുന്നു എനിക്ക് എന്താ കണ്ണ് നിറയ്ക്കാനും ചിന്തയ്ക്ക് ധാരാളം ഇത് നൽകാനും ചിന്തിക്കാനും എന്താണ് ആ 2 ദിവസം തന്നെ എനിക്ക് മതിയായിരുന്നു. The dense clouds hovering above the wings of the aircraft had already given me an eyeful. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ വിമാനത്തിലെ ചിറകുകൾക്ക് മീതെ പറന്നുയരുന്ന ഒരു ഒരുപാട് നിബിഡമായ മേഘങ്ങൾ എന്താണ് അപ്പോഴേക്കും എൻ്റെ കണ്ണു നിറച്ചിരുന്നു. ആൻഡ് ദ ഡെസേർട്ട് വിച്ച് സീം ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ ടു. എന്താണ് എൻ്റെ അനന്തമായ നീണ്ടു കിടക്കുന്ന മരുഭൂമിയും എന്താണ് എന്നെ മരുഭൂമിയും ഒരു കാഴ്ചയായിരുന്നു. അവിടെ എന്താണ് UAEയിൽ എന്താണ് ഒരുപാട് മരുഭൂമി നീണ്ട് പരന്ന് കിടക്കുകയല്ലേ, അതും ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. ദ ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻസ് കാർ ഫ്രം റാസൽ ഖൈമ ടു അബു ദാബി വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. എന്താണ് എൻ്റെ ഫ്രണ്ട് അശോകൻ്റെ കാറിലാണ് പോയത് റാസൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക്. അതൊരു നമ്മൾ ഓർമ്മിക്കാൻ പെടുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ലോങ് ഡ്രൈവ് ആയിരുന്നു അത്. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് venturing out into the beach. The sea had the same serene appearance everywhere. One feels a kind of heavenly bliss at these quiet beaches. എന്താണ് ഇവിടെ വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? എന്താണ് ഈ കടൽ തീരത്ത് നിർത്താനും ഇറങ്ങാനും ഞങ്ങൾ ഒരിക്കലും മടുത്തില്ല. അതായത് ഞങ്ങൾ എവിടെയൊക്കെ ഇറങ്ങി അല്ലേ, എന്താണ് ഞങ്ങൾക്കൊരു മുഷ്പും തോന്നിയിട്ടില്ല. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവറിവെയർ അല്ലേ. കടലിന് എന്താ എല്ലായിടത്തും ഒരേ ശാന്തമായൊരു രൂപമാണ് അല്ലേ. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. എന്താണ് ശാന്തമായ ഈ കടൽ തീരങ്ങളിൽ ഒരാൾക്ക് ഒരു തരം
ഒരു സ്വർഗീയ ആനന്ദമാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? വൈ ഡസ് ദ ഓഥർ സേ വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്? എന്തുകൊണ്ടായിരിക്കും ഓഥർ പറയുന്നത് ഒരാൾക്ക് ഈ കടൽ തീരങ്ങളിൽ ഒരാൾക്ക് ശാന്തമായ കടൽ തീരങ്ങളിൽ ഒരാൾക്ക് ഒരു തരം സ്വർഗീയ ആനന്ദം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ at Swain in Abu Dhabi, I caught sight of something unexpected. It was the entrance to the new Abu Dhabi solar power plant. എന്താ ഇവിടെ പറയുന്നത്? അബുദാബിയിലെ സിഹാനിൽ വെച്ച് ഞാൻ അപ്രതീക്ഷിതമായി ഒന്ന് കണ്ടു. എന്താണ്? നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിന്റെ പ്രവേശന കവാടമായിരുന്നു അത് അല്ലേ? പ്രവേശന എൻട്രൻസ് പ്രൈസ് ആയിരുന്നു എന്ത് അവിടെ കണ്ടത് അല്ലേ? It is the largest single-site solar power plant in the world, producing a stupendous 1.2 GW of power. എന്താണ് 1.2 GW എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണിത് അല്ലേ? തീർച്ചയായും എന്താണ് അവിടെ? ഓഫ് കോഴ്സ് തീർച്ചയായും ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. എന്താ ടൂറിസ്റ്റുകൾക്ക് അവിടെ എന്താണ് പ്രവേശനം ഇല്ല അല്ലെ? അവിടെ പ്രവേശിപ്പിക്കില്ല, അതിന് അകത്തേക്ക് കയറ്റില്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യന്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. ദ പ്ലാന്റ് ഹാസ് ആൻ അമേസിംഗ് 3.2 million solar panels. I wish tourists were given an aerial വ്യൂ ഓഫ് ദ പ്ലാന്റ്. എന്താണ് ഇവിടെ പറയുന്നത്? വിനോദസഞ്ചാരികളെ ടൂറിസ്റ്റുകളെ അവിടെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അല്ലെ? നെറ്റിൽ പവർ പ്ലാന്റിന്റെ ഗംഭീര ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് എനിക്ക് എന്നെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ടി വന്നു അല്ലെ? നെറ്റിൽ എന്താണ് പവർ പ്ലാന്റിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട് അല്ലെ? അതുകൊണ്ട് എന്താണ് എന്നെ തന്നെ എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ടി വന്നു. 3.2 മില്യൺ സോളാർ പ്ലാന്റ്സ് ആണ് എന്ത് അവിടെ ഉള്ളത്. വിനോദസഞ്ചാരികൾക്ക് ടൂറിസ്റ്റുകൾക്ക് എന്താണ് പ്ലാന്റിന്റെ ആകാശ കാഴ്ച നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ഐ വിഷ് ടൂറിസ്റ്റ് വെർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ ആകാശ കാഴ്ച അതാണ് ഏരിയൽ വ്യൂ നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. പിന്നെന്താണ് അവിടെ പറയുന്നത്? ബുർജ് ഖലീഫ കേട്ടിട്ടുണ്ടാവില്ല? നിങ്ങൾ കേട്ടില്ലേ ബുർജ് ഖലീഫ? ടോളസ്റ്റ് ബിൽഡിംഗ് ഓഫ് ഇൻ ദ വേൾഡ് ആണ് അല്ലെ? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ അല്ലെ? അത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്വേർഡ് ടേക്ക് യു ടു ടോപ്പ് ഓഫ് ദ വേൾഡ്. എന്താണ്? അതിൽ കയറുന്നത് നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തിക്കും. ഓഫ് കോഴ്സ് തീർച്ചയായും ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. എന്താണ്? എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. A boat ride Abu Dhabi late in the evening was a fascinating experience. എന്താണ്? വൈകുന്നേരത്തെ ബുർദുബായിലെ ബോട്ട് സവാരി കൗതുകകരമായ ഒരു അനുഭവമായിരുന്നു. ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. എന്താണ് അവിടെ പറയുന്നത്? ഗ്രീക്കിലെ മിന്നുന്ന ലൈറ്റുകളും അവയുടെ പ്രതിഫലനങ്ങളും നിങ്ങൾക്ക് ലോകത്തിന് പുറത്താണെന്ന തോന്നൽ നൽകുന്നു. being out of the world. It was only matched by a ride on the metro from Al Nahda to stadium. എന്താണ് ഇവിടെ പറയുന്നത്? അൽ നഹ്ദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോയിൽ യാത്ര ചെയ്താൽ മാത്രം മതിയായിരുന്നു. Watching the landscape from a train is always entertaining, but here was a landscape totally different from anything I had ever seen. എന്താ പറയുന്നത്? ട്രെയിനിൽ നിന്ന് ലാൻഡ്സ്കേപ്പ് കാണുന്നത് എല്ലായ്പ്പോഴും നല്ല രസകരമാണ്, എന്നാൽ ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ UAE ഉണ്ടായിരുന്നത് അല്ലേ? ബട്ട് നത്തിങ് മാച്ച്ഡ് എ Louvre Abu Dhabi Museum, a marvel by any standards. It houses some of the world's most fascinating archaeological remains, paintings, sculptures, and other artifacts. It carries the name of the famous Louvre Museum in France on an agreement. It has also rented more than 300 pieces from the Louvre for display. I thought it terribly unlucky of me to have spent only half a day in the museum. I would have loved to spend at least a week. എന്നാൽ എന്താണ്? ബട്ട് നത്തിങ് മാച്ച്ഡ്, ഒന്നും മാച്ച് ചെയ്തില്ല. ദ ലൂവ്രെ അബുദാബി മ്യൂസിയം, എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്, ഒരു സ്റ്റാൻഡേർഡ്സിനോടും
ഒന്നും എന്താണ് ഈ ലൂവ്രെ അബുദാബി മ്യൂസിയത്തോട് ഒന്നും മാച്ച് ചെയ്തില്ല അല്ലേ. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ്. എന്താണ് ഇവിടെ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ പുരാവസ്തു അവശിഷ്ടങ്ങൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, മറ്റു കലാവസ്തുക്കൾ എന്നിവ ഇവിടെയുണ്ട്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ അഗ്രിമെന്റ്. എന്താണ് ഇത് ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിന്റെ പേര് ഒരു കരാറിൽ വഹിക്കുന്നു. ഇത് എന്താണ് ഫ്രാൻസിലുള്ള ഒരു മ്യൂസിയത്തിന്റെ പേരാണ് ഈ ലൂവ്രെ മ്യൂസിയം അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ഒരു കരാറിലാണ് ഇവിടെയും പേരിട്ടിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഓൾസോ റെൻഡഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവ്രെ ഫോർ ഡിസ്പ്ലേ. I thought it terribly unlucky of me to have spent only half a day in the museum. I would have loved to spend at least a week. എന്താ ഇവിടെ പറയുന്നത്? ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിന്റെ പേര് ഒരു കരാറിലാണ് ഇവിടെ വഹിക്കുന്നത് അല്ലെ. പ്രദർശനത്തിനായി ലൂവ്രയിൽ നിന്ന് എന്താണ് 300ലധികം പീസസ് എന്താക്കുന്നുണ്ട്, വാടകയ്ക്ക് എടുക്കുകയും ചെയ്തു. മ്യൂസിയത്തിന്റെ പകുതി ദിവസം മാത്രം ചെലവഴിച്ചത് എൻ്റെ എന്താണ് ഒരു അൺലക്കി ആയിട്ടാണ് അല്ലേ ഞാൻ കരുതി. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആകെ 2 ദിവസമല്ലേ നിൽക്കാൻ കഴിഞ്ഞു അല്ലേ. 2 ദിവസമല്ല, ദിവസത്തിൻ്റെ ഒരു പകുതി അല്ലേ. പകുതിൻ്റെ അത്രയും അയാൾ 2 ദിവസത്തേക്കാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി വരെ അവിടെ നിന്നിട്ടുള്ളൂ. അതിൻ്റെ അൺലക്കി ആയിട്ട് ഞാൻ കരുതുന്നു അല്ലേ. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എന്താണ് അവിടെ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് to Calicut, I wished I had more time for a visit like this, at least 2 weeks. Another time I might get chance again. You never know. On boarding the flight to Calicut, കോഴിക്കോട് കാലിക്കറ്റിലേക്കുള്ള വിമാനത്തിൽ കയറുമ്പോൾ ഇതുപോലൊരു സന്ദർശനത്തിന് ഇനിയും സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും മറ്റൊരു തവണ ഞാൻ വരുമ്പോൾ എന്താണ് അനദർ ടൈമും എന്താണ് ഒരാഴ്ചയെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം. എനിക്ക് എന്താണ് ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ, യു നെവർ നോ. എന്താണ് നിങ്ങൾക്കറിയില്ല, എന്താണ് എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചേക്കാം അല്ലേ. അതാണ് ഈ സ്റ്റോറി പറയുന്നത് അല്ലേ. Why did the author think he was unlucky in his visit to the Louvre Museum? ഈ ലോവ്രെ മ്യൂസിയം സന്ദർശിക്കുന്നതിൽ താൻ ഭാഗ്യവാനല്ലെന്ന്, അൺലക്കിയാന്ന് ഇയാൾ കരുതിയത് എന്തുകൊണ്ടാണ്? ഇയാൾക്ക് ഒരു ദിവസം ഹാഫ് എ ഡേ കിട്ടിയിട്ടുള്ളൂ അല്ലേ. ഇയാൾ എന്താണ് വിചാരിക്കുന്നത്? ഹി വുഡ് എന്താണ് ലൗഡ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്, ഒരാഴ്ചയെങ്കിലും എന്താണ് അവിടെ തങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതാണല്ലേ. അതുകൊണ്ടാണ് അവന് അൺലക്കിയാന്ന് പറഞ്ഞത്. അയാൾ നോക്കൂ, pick out the sentence related to the following pictures from the passage and write them in the space provided. ഇനി എന്താ അവിടെ ക്വസ്റ്റ്യൻസ് പറയുന്നത്? ആക്ടിവിറ്റി 1 ആണല്ലേ. സെന്റൻസ് എടുക്കുക, റിലേറ്റഡ് ടു ദ ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇത് ഫസ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സെന്റൻസ് അല്ലേ, ഈ എന്താണ് ഈ ചാപ്റ്ററിൽ എന്താക്കിയിട്ടുണ്ട്? ഈ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെന്റൻസുകൾ ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സ്പേസിൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ബുർജ് ഖലീഫയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ എവിടെ നോക്കാം. ഇതാ ഇവിടെ അല്ലേ. എന്താണ് നോക്കൂ, I was able to ഇവിടുന്ന് മുതൽ able to view the imposing Burj Khalifa, the tallest building in the world. Climbing it all the way up would take you to the top of the world. Of course I could not do it അല്ലേ. ഇവിടം വരെയാണ് വരിക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ബുർജ് ഖലീഫയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് എഴുതേണ്ടത് അവിടെ. പിന്നെ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? എ ബോട്ട് റൈഡ് അറ്റ് ബുർജ് ദുബായ് അല്ലേ. അതെവിടെയാന്ന് നോക്കി നമുക്ക്. എവിടെയാണ്? ഇതാ ഇവിടെ അല്ലേ. എവിടെയാണ്? ഇതാ എ ബോട്ട് റൈഡ്. ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എ ബോട്ട് റൈഡ് അറ്റ് ബുർജ് ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ദ ഡാസ്ലിംഗ് ലൈറ്റ് ആൻഡ് ദ റിഫ്ലക്ഷൻസ് ഓൺ ദ ക്രീക്ക് give you a feeling of being out of the world. ഇവിടെ വരെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇതാണ് എഴുതേണ്ടത്. ദെൻ അടുത്തത് എന്താണ്? ഇത് അബുദാബി സോളാർ പവർ പ്ലാന്റ് അല്ലേ. അതാണിത് അല്ലേ. അപ്പോൾ അതെവിടെയാണ് നമുക്ക് നോക്കാം. എവിടെയാണ്? ഇതാ എവിടെയാണ്? അറ്റ് സ്വീൻ ഇൻ അബുദാബി. ഇതെവിടുന്ന് വരും അല്ലേ. അറ്റ് സ്വീൻ in Abu Dhabi, I caught sight of something unexpected. It was the entrance to a new Abu Dhabi solar power plant. It is the largest single-site solar power plant in the world, producing a stupendous 1.2 GW of power. Of course, tourists are not allowed inside. I had to satisfy myself with the magnificent photographs of the power plant on the net. The plant has an amazing 3.2 million solar panels.
I wish tourists were given an aerial view of the plant. ഇവിടെ വരെ എഴുതണം കേട്ടോ, അതാണ് അവിടെ ഉള്ളത്. ഓക്കെ, ദെൻ അടുത്ത ആക്ടിവിറ്റി എന്താ? Sarah is guiding her friend Miri, who is not familiar with the locality and how to reach her school. സെറ എന്താണ് അവളുടെ ഫ്രണ്ട് മിഴീനെ ഗൈഡ് ചെയ്യാണ് അല്ലേ. അവർക്ക് എന്താണ് മിഴിക്ക് എന്താണ് അവളുടെ ആ ലൊക്കാലിറ്റി ഒന്നും വലിയ ഫെമിലിയർ അല്ല അല്ലേ. എങ്ങനെയാണ് അവളുടെ സ്കൂളിലേക്ക് പോവുക എന്നുള്ളത് സെറ ഗൈഡ് ചെയ്യാണ് അല്ലേ. റീഡ് ദ കോൺവെർസേഷൻ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കൂ. മിഴി, ഹേ സെറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ, ടൗൺ മോഡൽ സ്കൂൾ? ഹേ സെറ, നിനക്ക് അറിയോ എൻ്റെ സ്കൂൾ എങ്ങനെ ഇവിടെ എത്തും എന്നുള്ളത് നിനക്ക് അറിയോ? ടൗൺ മോഡൽ സ്കൂളാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അല്ലേ. സെറ, യു ഹാവ് നെവർ ഗോൺ ടു ദ സ്കൂൾ ഫ്രം ഹിയർ, ഹാവ് യു? നീ ഇവിടുന്ന് ഇതുവരെയായിട്ടും ആ സ്കൂൾക്ക് പോയിട്ടില്ലേ എന്ന് ചോദിച്ചില്ലേ. മിഴി, നെവർ, ഇല്ല. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദർ, എനിക്ക് എങ്ങനെ അവിടെ എത്തും? ഓൺ ഫുട്ട് ഓർ ടേക്കിംഗ് എ ബസ്, നടന്നിട്ടാണോ അല്ലെങ്കിൽ ബസ്സിൽ പോകണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. സെറ, വൈ ഡോണ്ട് യു വാക്ക്, ഇറ്റ്സ് ഫൺ, എന്തുകൊണ്ട് നിനക്ക് നടന്നുകൂടാ, അത് രസമായിരിക്കും എന്ന് അറിഞ്ഞില്ലേ. മിഴി, കൂൾ, സോ ഹൗ ഡു വി ഗെറ്റ് ദർ? കൂൾ, എന്താണ് എങ്ങനെ നമ്മൾ അവിടെ എത്തും എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഇപ്പം സെറ പറയാണ്, ഓൾ റൈറ്റ്, ലിസൺ, ദിസ് ലൈൻ ജോയിൻസ് ബീച്ച് റോഡ്. ഈ ലൈൻ എന്താണ് ജോയിൻ ചെയ്യുന്ന ഒരു ബീച്ച് റോഡിലേക്കാണ് അല്ലേ. വാക്ക് അലോങ് ബീച്ച് റോഡ് ടിൽ യു കം ടു ദ ബിഗ് ഗ്രീൻ സൈൻ ഓഫ് തൂവൽ തീരം റോഡ്. ഈ എന്താണ് ഇതിലൂടെ ഇങ്ങനെ നടന്നാൽ, ഈ ബീച്ച് റോഡിലൂടെ ഇങ്ങനെ നടന്നാൽ നീ എത്തുന്നവരെ ഒരു ബിഗ് ഗ്രീൻ സൈൻ ഉണ്ടാവും, തൂവൽ തീരം റോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തും. എവറിത്തിങ് ക്ലിയർ സോ ഫാർ, അവിടെ എത്തുമ്പോൾ ഒക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞില്ലേ. അപ്പം ഗോട്ട് ഇറ്റ്, ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. ഓക്കെ, ബീച്ച് റോഡ്, ഗ്രീൻ സൈന്, തൂവൽ തീരം റോഡ് അല്ലേ. ഓക്കെ, ഇപ്പം സെറ, എക്സാക്ട്ലി. ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 മീറ്റർ. എന്താണ് ടേൺ ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നേരെ പോവുക അല്ലേ. ഒരു 200 മീറ്റർ, അബൌട്ട് 200 മീറ്ററോളം പോവുക, അബൌട്ട് 200 മീറ്ററോളം പോവുക. ദെൻ ടേൺ ലെഫ്റ്റ്, അതിനുശേഷം പിന്നെയും എന്താണ് ലെഫ്റ്റിലേക്ക് തിരിയുക. അഗെയിൻ ഓൺ ടു അംഗൻവാടി റോഡ്. അപ്പോൾ അവിടെ എത്തിയാൽ എന്താ അംഗൻവാടി റോഡ് കാണാം. അപ്പോൾ റൈറ്റ്, വാട്ട്സ് നെക്സ്റ്റ്? ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത എന്താണെന്ന് ചോദിച്ചില്ലേ. ഇപ്പോൾ സെറ പറയാം, വാക്ക് പാസ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. എന്താണ് ഈ പോസ്റ്റ് ഓഫീസ് ആൻഡ് പാർക്കിലേക്ക് നടക്കുക. ഇറ്റ്സ് എ നൈസ് റോഡ്, നല്ലൊരു നൈസായിട്ടുള്ളൊരു ഇതാണ് അല്ലേ. മിഴി, ദാറ്റ്സ് വണ്ടർഫുൾ, അത് വണ്ടർഫുൾ ആണല്ലോ. വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ്? അതിന് ശേഷം എന്താ? അപ്പോൾ സെറ, ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. പിന്നെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉണ്ടാവും. കീപ് ഗോയിങ് സ്ട്രെയിറ്റ്, പിന്നെ എന്താ സ്ട്രെയിറ്റ് ആയി നടക്കുക. ആഫ്റ്റർ അബൌട്ട് 150 മീറ്റേഴ്സ്, ഒരു 150 മീറ്റർ നടക്കുമ്പോൾ യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. അപ്പോൾ നീ നിൻ്റെ ലെഫ്റ്റിൽ എന്താണ് സ്കൂള് കാണാൻ കഴിയുമെന്ന് പറഞ്ഞില്ല. യു വോണ്ട് മിസ് ഇറ്റ്, മിസ്സാവില്ല. ദർ ഈസ് ആൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. എന്താണ് അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് റോഡിൻ്റെ അക്രോസ് ആയിട്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മിഴി, താങ്ക്സ് ഹൗഫുള്ളി, ഐ വിൽ ഹാവ് എ ഗോ, ബൈ. അപ്പോൾ ഞാൻ പോയിക്കോളാമെന്നും പറഞ്ഞ് അവൾ ബൈ അറിയാണല്ലേ. അപ്പോൾ അതാണ് വേട്ട് സ്കൂളല്ലേ. അവൾ ബീച്ച് റോഡിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് തൂവൽ തീര സ്പർശത്തിലല്ലേ അതിലൊക്കെ പോയി. പിന്നെ അംഗൻവാടി റോഡ്, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്ട്രെയിറ്റ് ആയി പോയി ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് അല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്കൂൾ കണ്ടോ. ഓക്കെ, let us read the following instruction. To reach town model school, go straight along beach road for 50 meter. ആദ്യം എന്താണ് സ്കൂൾ ടൗൺ മോഡൽ സ്കൂൾ എത്തണമെങ്കിൽ എന്താണ് ആദ്യം 50 മീറ്റർ നടക്കണം അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 50 മീറ്റർ നടക്കണം. യു ക്യാൻ സ്പോട്ട് എ ബിഗ് ഗ്രീൻ സൈൻ ബോർഡ് ഇൻഡിക്കേറ്റിംഗ് തൂവൽ തീരം സ്പർശ്. അപ്പോൾ എന്താണ് അവിടെ ആ തൂവൽ തീരം റോഡിൽ എന്താണ് ഒരു സൈൻ ബോർഡ് ഉണ്ടാവും ബിഗ് ഗ്രീൻ കളറിലുള്ള. ഗോ 200 മീറ്റേഴ്സ് അലോങ് തൂവൽ തീരം റോഡ് ആൻഡ് ടേക്ക് എ ലെഫ്റ്റ് ടേൺ ടു അംഗൻവാടി റോഡ്. അവിടുന്ന് 200 മീറ്റർ അലോങ്ങിലൂടെ തൂവൽ തീരം റോഡിലൂടെ നടന്നാൽ എന്താണ് ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അംഗൻവാടി റോഡ് ഉണ്ടാവും അല്ലേ ലെഫ്റ്റിലേക്കായിട്ട്. കണ്ടിന്യൂ വാക്കിംഗ് പാസ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്. എന്താണ് പോസ്റ്റ് ഓഫീസും പാർക്കും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് നടക്കണം. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ. ഫസ്റ്റത്തെ ലെഫ്റ്റ് ടേണിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉണ്ടാവും. വാക്ക് സ്ട്രെയിറ്റ് അഹെഡ് ഫോർ 150 മീറ്റർ. അവിടെ നിന്ന് അങ്ങോട്ട് 150 മീറ്റർ നടന്നാൽ യു വിൽ ഫൈൻഡ് ദ സ്കൂൾ ഓൺ യുവർ ലെഫ്റ്റ്. അവിടെ നിന്ന് നമുക്ക് നിൻ്റെ ലെഫ്റ്റിലായിട്ട് സ്കൂൾ കാണാൻ കഴിയും. യു വോണ്ട് മിസ് ഇറ്റ് ഇൻ യു നോട്ടീസ് ദ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. റോഡിൻ്റെ ക്രോസ് ആയിട്ട് എന്തുണ്ട് ഐസ്ക്രീം ഷോപ്പും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും തെറ്റൂല. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൾ വഴി പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ടേക്ക് യുവർ പെൻസിൽ ക്രയോൺസ് ആൻഡ് പേപ്പർ. ഇനി നിങ്ങൾ പെൻസിൽ എടുക്കുക, ക്രയോൺസ് എടുക്കുക, പേപ്പർ എടുക്കുക. ലെറ്റ് us draw a മാപ്പ് കണക്റ്റിംഗ് യുവർ ഹോം ടു യുവർ സ്കൂൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ സ്കൂളിലേക്കുള്ള ഒരു മാപ്പ് വരയ്ക്കുക. കണക്ട് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള വഴി ഉണ്ടല്ലോ അത് നിങ്ങൾ വരയ്ക്കുക.
Show landmarks on the way like a park, say supermarket, a bank, or Akshaya Kendra and a post office. അപ്പോൾ എന്താണ് നിങ്ങൾ ലാൻഡ്മാർക്ക് കാണിക്കണം. എന്ത് പാർക്കോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ബാങ്കോ അക്ഷയ കേന്ദ്രയോ പോസ്റ്റ് ഓഫീസോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വഴിയിലുള്ള ആ എന്താണ് ലാൻഡ്മാർക്കുകൾ അതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കുക കാണിക്കുക. ലെറ്റ് us name the roads too. ആ റോഡിന് നെയിമും കൊടുക്കുക. യൂസ് ഓൾ ദ ബ്രൈറ്റ് crayons you have to make the map colorful. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള crayons ഉപയോഗിച്ചാൽ നിങ്ങളെ മാപ്പ് എന്താവും കളർഫുൾ ആയിരിക്കും. Write a paragraph describing the way to school. Next activity B. എന്താണ് റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്താണ് റൈറ്റ് എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യുക. എന്താണ് നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ഫ്രം യുവർ ഹോം അതിനെക്കുറിച്ച് വിവരിക്കുക. എന്നിട്ട് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. യു മേ കൺസിഡർ സം ഓഫ് ദീസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വെക്കാം. ഗോ അലോങ് ദ സ്ട്രീറ്റ് അണ്ടിൽ യു റീച്ച് ദ ട്രാഫിക് ലൈറ്റ്. യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. ഇറ്റ്സ് യു about 2 kilometers from here. Go along these roads. Go straight on or ahead. Miss the first 2 turns at the roundabout. Take the first exit. ഇതൊക്കെ നിങ്ങൾക്ക് എന്താക്കുക, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് ഒരു മാപ്പ് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. From my home, getting to school is quite straightforward. First go along the street until you reach the traffic light. You will see a Akshaya Kendra on the left. Continue straight on for about 2 kilometers. You will come to a crossroads. Turn left here. Keep going along this road and miss the first 2 turns. When you reach the roundabout, take the first exit. Keep walking beyond the park and then you will come to a junction. Turn right at the junction. You will see the school on the other side of the road. Right in front of you. It's an easy route and should take around 50 minutes on foot. അതായിരിക്കും അതിൻ്റെ എക്സാമ്പിൾ ആണ് ടീച്ചർ പറഞ്ഞു കേട്ടോ. Then your friend Neshwa Mariam from UAE decided to visit your home in Kerala. Here is the boarding pass of Neshwa Mariam who arrived at Cochin International Airport from Dubai International Airport. നിങ്ങളുടെ ഫ്രണ്ട് നെഷ്വ മറിയം യു എയിൽ നിന്ന് തീരുമാനിച്ചത് നിങ്ങളെ വീട്ടിലേക്ക് വരണം എന്നുള്ളത്. ഇൻ യുവർ ഹോം ഇൻ കേരള, കേരളത്തിലുള്ള വീട്ടിലേക്ക് വരണം തീരുമാനിച്ചു. ഹിയർ ഈസ് ദ ബോർഡിംഗ് പാസ് ഓഫ് നെഷ്വ മറിയം. അതാണെന്ത് നെഷ്വ മറിയത്തിന്റെ ബോർഡിംഗ് പാസ്. ഹു അറൈവ്ഡ് അറ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഫ്രം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കാണ് വരുന്നത്. ഓക്കെ, ദെൻ അതായത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ബോർഡിംഗ് പാസ് അല്ലേ. നോക്കൂ, പാസഞ്ചർ നെയിം നെഷ്വ മറിയം ഫ്രം ദുബായ് ടു കൊച്ചി. ഫ്ലൈറ്റിന്റെ നമ്പർ AB123 അല്ലേ. സീറ്റ് ഏതാണ് 123A. ഡേറ്റ് വരുന്ന ഡേറ്റ് എന്താണ് 24 ഓഗസ്റ്റ്. ഗേറ്റ് A1 ബോർഡിംഗ് ടൈം 8 AM. ഇനി ബോർഡിംഗ് പാസ് എന്താണ് ബോർഡിംഗ് പാസ് നെയിം നെഷ്വ മറിയം, ഡേറ്റ് 24 ഓഗസ്റ്റ് 2023, ബോർഡിംഗ് ടൈം 8 AM, ഫ്ലൈറ്റ് AB123, സീറ്റ് 123A, ഗേറ്റ് A1 from Dubai to Kochi. ഇതാണ് ബോർഡിംഗ് പാസ് അല്ലേ. Then you can see the passengers name, boarding, airport, destination, flight number, seat number and departure gate number. A passenger cannot enter a flight without the boarding pass. എന്താണ് നിങ്ങളിപ്പോൾ കണ്ടു അല്ലേ, പാസഞ്ചറിൻ്റെ പേരും ബോർഡിംഗ് എയർപോർട്ടും അതുപോലെ എവിടേക്ക് എത്തുന്നതും എവിടുന്നാണ് വരുന്നതെന്നും പിന്നെ ഫ്ലൈറ്റ് നമ്പറും സീറ്റ് നമ്പറും പിന്നെ അവിടുന്ന് പുറപ്പെടുന്ന ഗേറ്റ് നമ്പറും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലേ. ഈ പാസഞ്ചറിന് ഒരിക്കലും ഫ്ലൈറ്റിൽ കയറാൻ പറ്റൂല, എന്ത് ബോർഡിംഗ് പാസ് ഇല്ലാതെ ഒരിക്കലും പാസഞ്ചേഴ്സിനെ ഫ്ലൈറ്റിൽ കയറ്റൂല. ഓക്കെ. After landing, Neshwa Mariam was given a form to be filled up. Help her. എന്താണ് അവൾ ലാൻഡ് ചെയ്തപ്പോൾ നെഷ്വ മറിയം എന്താക്കി ഒരു ഫോം കിട്ടി ഫിൽ ചെയ്യാൻ. ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ഇറ്റ്, അതിനെ സഹായിക്കുക അത് കംപ്ലീറ്റ് ചെയ്യാൻ. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദ എൻട്രീസ്. എന്താ നിങ്ങൾക്ക് എന്താക്കാം ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താക്കാം ഇത് ഫില്ല് ചെയ്യുക. നോക്കൂ, സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണ്. ഓൾ പാസഞ്ചേഴ്സ് കമ്മിങ് ടു ഇന്ത്യ ആർ റിക്വയർഡ് ടു ഫിൽ അപ്പ് ദിസ് പ്രോ ഫോമ ആൻഡ് സബ്മിറ്റ് ഇറ്റ് അറ്റ് ദ ട്രാവൽസ് കൗണ്ടർ അറ്റ് ദ എക്സിറ്റ്. നോക്കാം, പേഴ്സണൽ ഇൻഫോർമേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ വരുന്നത്, നെയിം ഓഫ് ദ പാസഞ്ചർ ആരായിരുന്നു, നെഷ്വ മറിയം അല്ലേ. ഫ്ലൈറ്റ് നമ്പർ എന്തായിരുന്നു,
ഫ്ലൈറ്റ് നമ്പർ ഇതാ ഇവിടെ പറയുന്നുണ്ട് അല്ലേ, നഷ്വ മറിയാണ് പേര്. ഇനി ഫ്ലൈറ്റ് നമ്പർ ഇതാ AB123 അല്ലേ, AB123 ആണ് ഫ്ലൈറ്റ് നമ്പർ. സീറ്റ് നമ്പർ 123A അല്ലേ, അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെന്താണ് ഡേറ്റ് ഓഫ് അറൈവൽ, വരുന്ന ഡേറ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്, എന്നാണ് ഡേറ്റ് ഓഫ് അറൈവൽ എന്താണ്, ഇതാ ഇവിടെ ഡേറ്റ് ഓഫ് അറൈവൽ 24 ഓഗസ്റ്റ് 2023 അല്ലേ, 24 ഓഗസ്റ്റ് 2023. ദെൻ വേറെ എന്താ ചോദിക്കുന്നത്, പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേണി ദുബായ് അല്ലേ, പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെ എത്തുന്നത്, കൊച്ചിയിൽ അല്ലേ. കോൺടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്, എന്താണ് ഇന്ത്യയിലുള്ള കോൺടാക്ട് അഡ്രസ്സ്, എല്ലാ ട്രാവലേഴ്സിനുള്ള ഇന്ത്യയിലുള്ള അഡ്രസ്സ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോൺടാക്ട് അഡ്രസ്സ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ്, ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, തഹസിൽ, ഡിസ്ട്രിക്ട്, സിറ്റി, സ്റ്റേറ്റ്, പിന്ന്, റെസിഡൻസ് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 days. ആർ യു സഫറിങ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്, പുട്ടി മാർക്ക്, എന്താണ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, ഫീവർ ഉണ്ടായിരുന്നോ, പനി ഉണ്ടായിരുന്നോ, കഫ് ചുമ ഉണ്ടായിരുന്നോ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ആക്ടിവിറ്റി 4 ആണ് കേട്ടോ. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ ഇറ്റാലിക്സിൽ ആ വേർഡ്സ് നോക്കാം നമുക്ക്. അതിൽ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ആ വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റാലിക്സിലുള്ള. ഇവിടെ നോക്കൂ, ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവരിവെയർ. വൺ എക്സ്പീരിയൻസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദിസ് ക്വയറ്റ് ബീച്ചസ്. പിന്നെ ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. സം വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസ് ആൻഡ് തിങ്സ്. ദേ ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ് ലുക്ക് ലൈക്ക്, ടേസ്റ്റ്, സ്മെൽ ഓർ ഫീൽ. എന്താ അവിടെ പറയുന്നത്, ചില വേർഡ്സുകൾ ഉപയോഗിക്കുന്നത് എന്താണ്, ആൾക്കാരെ ഒരാളുകളെ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ഥലത്തിനെ വിവരിക്കാനോ അല്ലെങ്കിൽ സാധനത്തിനെ വിവരിക്കാനോ ഒക്കെ ചില വേർഡ്സ് ഉപയോഗിക്കും അല്ലേ. അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്, വിവരിക്കുന്നത് എന്താണ്, ഹൗ പീപ്പിൾ, എങ്ങനെയുള്ള ആളുകളാണ്, എങ്ങനെയുള്ള സ്ഥലമാണ്, എങ്ങനെയുള്ള സാധനമാണ്, അതുപോലെയൊക്കെ അല്ലേ. ടേസ്റ്റ് എങ്ങനെ, അതായത് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ടേസ്റ്റും സ്മെല്ലും ഫീലും ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക അല്ലേ. വാട്ട് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ്. ഇവിടെ നമുക്ക് സിറിൻ അപ്പിയറൻസ് എവരിവെയർ അല്ലേ, പിന്നെ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ഇതൊക്കെ എന്താണ്, ഇതൊരു ഡിസ്ക്രൈബ് ചെയ്ത വേർഡ്സുകളാണ്, സിറിനും ഇമ്പോസിംഗും അല്ലേ. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. നിങ്ങൾ എന്താക്കുക, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക അബൌട്ട് എ പ്ലേസ്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ അടുത്തിടെയായിട്ട് വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾ ഈ വേർഡ്സൊക്കെ ഉപയോഗിച്ച് എന്താക്കുക, നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ, പ്രറ്റി, ക്വയറ്റ്, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംപ്റ്റി, കളർഫുൾ, ലവ്ലി, ബ്രേത്ത് ടേക്കിംഗ്, പീസ്ഫുൾ, ബസ്റ്റിംഗ്, വൈബ്രൻറ്റ്. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കുക കേട്ടോ. ഐ റീസെൻ്റ്ലി വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ വില്ലേജ് സറൗണ്ടഡ് ബൈ ഗ്രീൻ ഹിൽസ്. എന്താണ്, ഐ റീസെൻ്റ്ലി വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ വില്ലേജ് സറൗണ്ടഡ് ബൈ ഗ്രീൻ ഹിൽസ്. ദ സീനറി, SCENERY, സീനറി വാസ് ബ്രേത്ത് ടേക്കിംഗ് വിത്ത് റോളിംഗ് ഗ്രീൻ ഹിൽസ്, ബ്രീത്ത് ടേക്കിംഗ് with rolling green hills stretching far and wide. Unlike the noisy and crowded city I am used to, the village was quiet and pretty, with colorful cottages in blue, yellow and red. The peacefulness of the village stood out, with only the sounds of birds breaking the silence. It felt safe and welcoming, unlike the dangerous and chaotic city. Despite its calmness, CALMNESS, calmness. എന്താണ് ചോട്ടിക് സിറ്റി പറഞ്ഞൊരു സിറ്റീൻ്റെ പേര് കേട്ടോ, നിങ്ങൾക്കൊരു സിറ്റിൻ്റെ പേരൊക്കെ കൊടുക്കാം. പിന്നെ എന്താ, ഡെസ്പൈറ്റ് ഇറ്റ്സ് കാംനെസ്, CALMNESS, കാംനെസ്. ദ വില്ലേജ് വാസ് ലീവ്ലി and bustling in its own way, with a busy market full of fresh produce and spices. My visit was a refreshing break from city life, showing a slower, vibrant way of living. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നന്നായി പഠിക്കുക, ഓരോ കാര്യങ്ങളൊക്കെ മീനിങ് അറിഞ്ഞിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.